അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ നമുക്കൊരു ഉപദേശം തരുന്നുണ്ട്. നമ്മൾ സംസാരിക്കുമ്പോൾ എങ്ങനെ സംസാരിക്കണം? എഫേസോസ് 4:29 നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. അപ്പം മോശപ്പെട്ട വാക്ക് പറയരുത്. അടുത്ത വാക്യം, ഒരുപാട് പേര് തെറി വിളിക്കുന്നവരുണ്ട്. ഇവിടെ ഉണ്ടോ? കേരളത്തിലുണ്ട്. ഇവിടെ ചീത്ത വിളിക്കുന്ന ആളുകൾ ചില വീടുകളിലൊക്കെ ഉണ്ട്. അതായത് വായിൽ തെറിയേ വരൂ, എന്ത് പറഞ്ഞാലും തെറിയേ വരൂ. അപ്പം അങ്ങനെയുള്ള ആളുകളുണ്ട്. ഞാൻ തെറി വിളിക്കുന്ന ചേട്ടന്മാരോട് ഞാൻ പറയുകയാണ്, ചേട്ടാ, തെറി വിളിക്കുന്ന ഒരു ചേട്ടൻ്റെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവാൻ ഭയങ്കര പാടാണ്. ഞാൻ ഇന്ന് ഈ കൺവെൻഷനെ നിങ്ങളത് സ്വീകരിച്ചോ. തെറി വിളിക്കുന്ന ഒരാളുടെ വീട്ടിൽ നന്മയുണ്ടാവാൻ ഉണ്ടാവത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടാവാൻ ഭയങ്കര പാടാ. കാരണം ആ വീട്ടിൽ കിടക്കുന്നത് മുഴുവൻ തെറ്റായ അരൂപികളാണ്. ഈ വായിൽ നിന്ന് വരുന്നത് മുഴുവൻ പൈശാചിക അരൂപികളായിട്ട് മാറും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വായിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ വരരുത്. നാശം, പിന്നെ ചില വാക്കുകളുണ്ട്, എനിക്ക് പരസ്യമായിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ചില സാധാരണ തെറി അല്ലാന്ന് വിചാരിക്കുന്ന ചില വാക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങനെയുള്ള വാക്കുകളൊന്നും ദൈവമക്കള് പറയരുത്. അതുകൊണ്ട് കർത്താവിനോട് കൃപ യാചിച്ച് ഇന്ന് ആരാധനയ്ക്ക് പ്രാർത്ഥിച്ചോ, കർത്താവ് എനിക്ക് തെറി വിളിക്കുന്ന ശീലമുണ്ട്, അതൊന്ന് എടുത്തു മാറ്റാൻ പറഞ്ഞാൽ കർത്താവ് അത് എടുത്തു മാറ്റും. നാവിൽ ഒരു അഭിഷേകം തരും. ഹല്ലേലൂയ. ഇനി എന്ത് ചെയ്യണം? ആ തെറി പറയുന്നതിന് പകരം, മോശപ്പെട്ട വാക്കുകൾ പറയുന്നതിന് പകരം, കുറ്റം പറയുന്നതിന് പകരം, അപവാദം പറയുന്നതിന് പകരം, മനുഷ്യനെ തകർത്ത് കളയുന്ന വാക്കുകൾ പറയുന്നതിന് പകരം, മനുഷ്യനെ നശിപ്പിക്കുന്ന വാക്കുകൾ പറയുന്നതിന് പകരം എന്ത് ചെയ്യണം? കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്ക് ഉതകം വിധമുള്ള നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കണം.